ആളുകളുടെ, അതായത് അത് നമുക്കുള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് കാരണം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു തരം തള്ളവൈബാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഇടാൻ പറ്റാണ്ട് വരിക എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു തള്ള വൈബ് അസസ്മെൻ്റ് ഒന്ന് നടത്തിയാൽ. നമ്മൾ ഈ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കേൾക്കുന്ന കുറച്ച് പുതിയ വാക്കുകളാണ് അല്ലേ, തള്ള വൈബ്, തന്ത വൈബ്, അമ്മായി, തള്ള, ഇങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകൾ. അപ്പോൾ ഒരു 30 ഇയറിന് ശേഷമുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കൊമൻസിനോടൊക്കെ പ്രതികരിക്കുന്നത് കാണാറുള്ളതും. പക്ഷേ അതുമായിട്ട് ബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് അത് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതും അല്ലെങ്കിൽ ഏജിസം എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിലാണ് ഈ വരുന്ന വാക്കുകളൊക്കെ വരുന്നത്. എന്നാൽ പോലും നമ്മളൊരു സെൽഫ് അസസ്മെൻറ്റ് നടത്തി നോക്കിയാൽ ഈ പറയുന്ന തള്ള വൈബ് നമുക്കുണ്ടെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. അപ്പോൾ തള്ള വൈബ് ഞാൻ ഒന്ന് എന്താണ് കുറച്ച് ഒബ്സർവ് ചെയ്തൊക്കെ നോക്കി. ഇപ്പം 2 തരത്തിൽ ഉള്ള തള്ള വൈബുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു 30 വയസ്സ് 40 വയസ്സിനൊക്കെ ഇടയിലുള്ള ആളുകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും പിക്ചേഴ്സോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള റീൽസോ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോഴത്തേക്കും അവരെ തളർത്താൻ വേണ്ടിയിട്ട് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ, അപ്പം അവരെ എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത ഒന്നിനും കൊള്ളാത്ത കുറേ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് അവരെ തളർത്താൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി കോൺഫിഡൻസ് കളയാനൊക്കെ ആയിട്ട് തള്ളെ, അമ്മായി, വീട്ടിലിരിക്കാൻ വരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ബോഡി ഷെയ്മിങ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ കമൻസ് വരാറുണ്ട്. പിന്നെ അതല്ലാതെ നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് തള്ള വൈബ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രായം അങ്ങനെ പ്രായപരിധിയൊന്നും ഇല്ല കേട്ടോ. നമ്മളൊന്ന് സെൽഫായിട്ട് അസസ്മെൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 25 വയസ്സിനോട് അടുക്കുമ്പോൾ തൊട്ട് സാധാരണക്കാർക്ക് ഈ തള്ള വൈബ് തുടങ്ങും. അപ്പോൾ ഇത് സാധാരണക്കാരെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുകയാണ് കേട്ടോ. എല്ലാവർക്കും ഒന്നും ഉണ്ടാകത്തില്ല, വളരെ സാധാരണക്കാർക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എപ്പോഴാണെന്നുള്ളത് പറയാം. നമ്മൾ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും വലുതായി പെട്ടെന്ന് ജോലിയൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സുഖമായിരുന്നു, ജോലിക്ക് പോകുന്നു, പൈസ കിട്ടുന്നു, പഠിക്കേണ്ട, പരീക്ഷയില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഇല്ല, അങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് നമ്മൾ ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഒടുക്കത്തെ അസൈൻമെൻറ്റ്സും ടീച്ചേഴ്സിൻ്റെ ചീത്തവിളിയും വീട്ടിൽ നിന്നുള്ള പ്രഷറും പിന്നെ പരീക്ഷയുടെ ടെൻഷൻ, യൂണിവേഴ്സിറ്റിയുടെ സംഭവങ്ങൾ, പിന്നെ ഇതൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ഓർക്കും ഇതൊന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ദൈവമേ ഒന്ന് ജോലിക്ക് കയറിയാൽ മതി, പിന്നെ ഈ പറഞ്ഞ അസൈൻമെൻറ്റ്സും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫായിരിക്കും എന്നൊക്കെ വിചാരിക്കില്ലേ. യൂണിവേഴ്സിറ്റി കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ്സിനൊക്കെ ആയിട്ട് നടക്കുന്ന രജിസ്ട്രേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നടക്കുന്ന ഒരു നടപ്പൊക്കെ ഉണ്ട്. ജീവിതമേ മടുത്തു പോകും. പിന്നെ ആദ്യമായിട്ടൊരു ജോലി കിട്ടാൻ എവിടെ ചെന്നാലും ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരെ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ വേണ്ടെന്ന് പറയും. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അത് ഓരോ കോഴ്സുകളും ഓരോ പ്രൊഫഷനൊക്കെ അനുസരിച്ച് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. പക്ഷേ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ സാധാരണ എനിക്ക് തോന്നുന്നു ഈ തള്ള വൈബിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ആ പഠിത്തമൊക്കെ കഴിഞ്ഞ് ചിലപ്പം ജോലിയൊക്കെ അന്വേഷിക്കുന്ന ഒരു സമയത്ത് അതൊന്ന് കിട്ടാതെ വരിക, അതല്ലെങ്കിൽ ജോലി എടുക്കുന്ന ആൾക്ക്, നാട്ടിലിപ്പം ജോലി ചെയ്യുന്ന ഒരാൾക്കൊരു ചിന്ത കാണും വിദേശത്തേക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുള്ളത്. അതുപോലെ കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ വരുന്ന ഒരു സമയമുണ്ട് നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഈ തള്ള വൈബ് വരുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, നിങ്ങളൊന്ന് അസസ് ചെയ്ത് നോക്കുക. നമ്മൾ പറയും ഒരു സുഖമില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ഇവിടെ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഒന്നുകിൽ നല്ല ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ജോലി, അത് ഒന്നില്ലെങ്കിൽ കേരളത്തിന് വെളിയിലെങ്കിലും പോയി ഒരു ജോലി ചെയ്യണം. ഇവിടെ ഒന്നും ഇങ്ങനെ നിന്നിട്ടൊന്നും അങ്ങ് ഒക്കുന്നില്ല. അതാണ് നമ്മുടെ തള്ള വൈബിൻ്റെ ആദ്യത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. അതായത് അപ്പം തന്നെ നമ്മളൊരു ഹോപ്പ്ലെസ് ആകുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കുക, ഇത് നമുക്ക് സെൽഫ് ട്രീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമുക്ക് ഒരു 25-നടുത്തോ അല്ലെങ്കിൽ 25-ൽ താഴെയുള്ള ഒരാൾക്ക് ഇത്രയ്ക്ക് ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമുണ്ടോ? അവർക്ക് ഇനിയും ലൈഫ് മുമ്പോട്ട് കിടക്കുവാണ്. അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ അവരിങ്ങനെ കാത്തിരിക്കുന്നതേ ഉള്ളൂ. അതിന് പകരം നമ്മൾ അന്നേരം തന്നെ ആ ഒരു നെഗറ്റീവ് വൈബിൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അവിടുന്ന് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ശ്രമങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നല്ലൊരു ജോലി കിട്ടാനും ഇപ്പം നാട്ടിൽ സെറ്റിൽ ആവാനുള്ളവരങ്ങനെ, വിദേശത്തേക്ക് പോകണം എന്നുള്ളവരങ്ങനെ,
അങ്ങനെ കുറേ പീരീഡ്. പിന്നെ യൂറോപ്പിലേക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ്, അങ്ങനെ കുറേ വള്ളികൾ പിടിച്ചിങ്ങനെ നടക്കും. അതൊക്കെ ഇങ്ങനെ തള്ള വൈബിൻ്റെ ഏറ്റവും മേളിലുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ സ്വയമായിട്ട് നമുക്കൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതെനിക്ക് കിട്ടുന്നില്ല, ഇതൊന്നും നടക്കത്തില്ല, ഇതൊക്കെ നടക്കുമോ എന്നൊക്കെയുള്ള കുറേ ചിന്തകളുടെ പുറത്തിങ്ങനെ നെഗറ്റീവ് അടിച്ചു പോകുന്ന ഒരു പീരീഡാണത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ബ്രെയിനൊക്കെ നല്ല ആക്റ്റീവാണ്. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ബ്രെയിൻ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന അത്രയൊരു ഉപയോഗം ഇപ്പോൾ നമ്മുടെ ബ്രെയിനിന് വരണില്ലാത്തതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അതല്ലാതെ നമ്മുടെ ജീവിതം അവിടെ കിടക്കുന്നേ ഉള്ളൂ. അവിടുന്ന് നമ്മൾ ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ ആ ഒരു പീരീഡൊക്കെ കഴിയുമ്പം സാധാരണക്കാർക്കെന്ന് പറഞ്ഞാൽ ഒരു 25-26 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ 25-26 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കല്യാണം കഴിക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെ പിന്നെ എന്താണ്, ലവ് മാരേജ് ആവാം, അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആവാം. അതിങ്ങനെ എനിക്ക് തോന്നുന്നില്ല പണ്ടത്തെ പോലെ അതാ കല്യാണമാണ് എല്ലാം എന്നുള്ള വിചാരമൊന്നും ആർക്കില്ല. അതുകൊണ്ട് അത് വലിയൊരു ഭയങ്കര സ്ട്രഗിൾ പീരീഡ് ഒന്നും ആയിരിക്കില്ല. പക്ഷേ പേരൻസിനെ സംബന്ധിച്ച് അത് ഭയങ്കര സ്ട്രഗിൾ പീരീഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അതിന് ശേഷം പിന്നീടാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 30 വയസ്സിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ 30 വയസ്സങ്ങ് കഴിയുമ്പോഴാണ് ഈ തള്ള വൈബെന്നും പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി തുടങ്ങുന്നത്. എനിക്ക് ഉറപ്പാണ് 30 വയസ്സ് കഴിഞ്ഞ ഒരാൾ പോലും ഈ പറയുന്ന തള്ള വൈബുകളില്ലാത്ത ഒരാളും കാണത്തില്ല. അപ്പോൾ അത് നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദേഷ്യം കൂടും. അത്രയും നാൾ നമ്മൾ കണ്ടേക്കുന്ന നമ്മളല്ല, നമുക്കൊരു മാറ്റം വരുവാണ്. നമുക്കതിന് സെൽഫായിട്ട് മനസ്സിലാവും ഞാൻ എന്തിനാ എത്രയും ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ തോന്നും. അതിൻ്റെ കൂടത്തിൽ തന്നെ ഒരു സങ്കടവും തോന്നും, ഒരു കുറ്റബോധവും തോന്നും. വേണ്ടായിരുന്നു, ഇപ്പോൾ ഹസ്ബൻഡിനോടോ പിള്ളേരോടോ അല്ലെങ്കിൽ വീട്ടിലെ അമ്മയോടോ ഒക്കെ ആയിരിക്കാം ഈ പറയുന്ന ദേഷ്യം നമ്മൾ കാണിക്കുന്നത്. പിന്നെ നമുക്കൊരു കുറ്റബോധവും തോന്നും. അതിൻ്റെ അർത്ഥം തന്നെ ആ ദേഷ്യം അവിടെ ആവശ്യമില്ലാത്തതായിരുന്നു എന്നുള്ളതാണ്. അത് ആണ് തള്ള വൈബിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. കാരണം നമുക്ക് എന്തൊക്കെയോ ലോസായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു നഷ്ടബോധത്തിൽ നിന്നൊക്കെ ആയിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു 30 വയസ്സായപ്പം നമ്മൾ പണ്ടെപ്പോഴോ ഉദ്ദേശിച്ചിരുന്ന ഒരു ഗോളിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ ഈ ദേഷ്യം, കാരണമില്ലാത്ത ദേഷ്യം, അല്ലെങ്കിൽ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ദേഷ്യം വരുന്നത്. പിന്നെ അതിൻ്റെ കൂടത്തിൽ തന്നെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് സങ്കടം. ഒരാൾ ചിലപ്പം അങ്ങനെ നമ്മളെ ഹർട്ട് ചെയ്യാനായിട്ടൊന്നും അല്ല, ഹർട്ട് ചെയ്യേണ്ട കാര്യവും ഇല്ലാത്തതായിട്ടുള്ള ചെറിയ എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞ് നമ്മളതേ കയറി പിടുത്തം അങ്ങ് പിടിക്കും. അതിപ്പം ഇന്ന ആളെന്നൊന്നുമില്ല, അച്ഛനോ അമ്മയോ ആര് വേണേലും ആകാം. നമ്മൾ പെട്ടെന്ന് കയറി അങ്ങോട്ട് ഷൗട്ട് ചെയ്യും. അവർക്കപ്പുറത്ത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത്രയും നാളും നമ്മുടെ സ്വഭാവത്തിൽ കാണിക്കാത്ത ഒരു ദേഷ്യം നമ്മൾ കാണിക്കും. അപ്പോൾ അതും ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമാണ്. 30കളിൽ നമ്മൾ എത്തണമെന്ന് എപ്പോഴോ വിചാരിച്ചിരുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ സാധാരണക്കാരെന്താ ചെയ്യുന്നത്? എനിക്ക് 30 വയസ്സായി, അല്ലെ 30 വയസ്സ് കഴിഞ്ഞു, ഇനി ഞാൻ ഇതിൻ്റെ പുറകെ നിന്നിട്ട് കാര്യമില്ലല്ലോ, എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിങ്സിൽ നിന്നാണ് ഈ രീതിയിലുള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അവിടെയും നമുക്കിതൊക്കെ മാനേജ് ചെയ്തെടുക്കാനുള്ളതല്ലേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞെന്നോ അല്ലെങ്കിൽ 1-2 പിള്ളേരുണ്ടായിരുന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ വെങ്കൊണ്ട് എല്ലാം തീർന്നു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്കപ്പോഴും നമുക്ക് ശ്രമിക്കാനുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് നമുക്കപ്പോഴും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാനുള്ളതേ ഉള്ളൂ. നമ്മളൊരു വ്യക്തമായിട്ടും ശക്തമായിട്ടും നമുക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളപ്പം നമുക്ക് ഫാമിലി എന്നുള്ള ഒരു സപ്പോർട്ട് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സപ്പോർട്ടൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വലിയ സ്ട്രഗിളുകളൊന്നും ഇല്ലാതെ വീണ്ടും നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. പിന്നെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സപ്പോർട്ടില്ല, അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സ്റ്റിൽ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ കുറച്ച് പേരെയൊക്കെ ഇതിൻ്റെ പേരിൽ വെറുപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് പേരുടെയെങ്കിലും തൻ്റെടി എന്നുള്ള വിളിയൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരുമായിരിക്കും. എങ്കിൽ പോലും തളർന്നു പോകുന്നതിന് പകരം നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ അവിടുന്ന് 30-ന് ശേഷം ഇങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് ഈ വേണ്ട, അതിനെങ്ങും പോയിട്ട് കാര്യമില്ല, നടക്കുകയല്ല, പിന്നെ ഞാൻ എന്തിനാണ് അതിന് പോകുന്നത് എന്നുള്ളൊരു ചിന്തപ്പുറത്ത് നമ്മൾ കുറേ വർഷങ്ങളിങ്ങനെ തള്ളി വിടും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ്, നമുക്ക് ചിലപ്പം ശാരീരികമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വരാം. കുറച്ച് വണ്ണം വയ്ക്കാം, നമുക്ക് ചിലപ്പോൾ സ്കിന്നിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ
കണ്ടെന്നിരിക്കാം, പിഗ്മെൻറ്റേഷൻസ് കണ്ടെന്നിരിക്കാം. അപ്പോൾ ഇതൊക്കെ ചിലപ്പം ഭയങ്കരമായിട്ട് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇനി ഈ വണ്ണം വെച്ച് വയറും ചാടിയിരിക്കുവാണ്, ഞാൻ ഇനി ഇതിന് പോയിട്ട് എന്നാ കാര്യമിരിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ വണ്ണം വെച്ചിരിക്കുന്ന ഞാൻ, അല്ല വയറ് ചാടിയിരിക്കുന്ന ഞാൻ എന്തിനാ ഈ ഡ്രസ്സ് ഇടുന്നത് എന്നൊക്കെയുള്ള തോന്നലുകൾ നമുക്കുണ്ടാവാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ വയറോ വണ്ണോ അതൊക്കെ നമ്മുടെ മാത്രം ഒരു ഇഷ്ടമാണ്. എന്നും വെച്ച് നമുക്കൊട്ടും ചേരാത്ത ഡ്രസ്സുകൾ അങ്ങനെ ഒന്നും നോക്കണ്ട, നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് കുറച്ച് പ്രായം കൂടി വരുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായി പ്രഗ്നൻ്റ് ആയതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ശരീരത്തിന് വന്നിട്ടുണ്ടായ മാറ്റങ്ങൾ കാരണം നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു പല രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിക്കാനുള്ള ഇഷ്ടത്തിനൊന്നും നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേക പ്രതിഭാസങ്ങളാണ് കേട്ടോ. അപ്പോൾ ആളുകളുടെ, അതായത് അത് നമുക്കുള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് കാരണം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു തരം തള്ളവൈബാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഇടാൻ പറ്റാണ്ട് വരിക എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തൻ്റെ ഇടവും കോൺഫിഡൻസും ഒക്കെ കാണിക്കുക തന്നെയാണ് വേണ്ടത്. നമുക്കിഷ്ടമുള്ള ഡ്രസ്സുകളും ഒക്കെ അത് നമ്മൾ പോയി എടുക്കുക. നമുക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ മൂന്നാമതൊരാളോ അല്ല രണ്ടാമതൊരാളോട് അഭിപ്രായം ചോദിച്ചിട്ട് വേണ്ട നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടാനായിട്ട്. അപ്പോൾ അതിനൊക്കെയുള്ള അപ്പോൾ അങ്ങനെയുള്ള ഇഷ്ടങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങ് സപ്രസ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെയുള്ള നെഗറ്റീവ് തോട്ടുകളിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സെൽഫായിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ ഉള്ളതേ ഉള്ളൂ. പിന്നെ സെൽഫായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് നോക്കി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ പണ്ട് നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് ചെയ്യാനേ തോന്നത്തില്ല. പണ്ട് ചിലപ്പോൾ നല്ലപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നതോ പടം വരച്ചുകൊണ്ടിരുന്നതോ അല്ലെങ്കിൽ ആർട്ട് ക്രാഫ്റ്റൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഡാൻസ് ചെയ്യുക, ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ നമ്മൾ വിചാരിക്കും ഇനി ഈ പ്രായത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അതിനെയൊക്കെ അങ്ങ് വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ 30s ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു പീരീഡാണത്. അതിനെ നമ്മളിങ്ങനെ വെറുതെ കളയേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ പോലെ സൊസൈറ്റീനെ പേടിക്കേണ്ട, പണ്ടത്തെ പോലെ എല്ലാത്തിനും ഏതിനും എന്തിനും വീട്ടിലെ പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്യേണ്ട, നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉള്ള ഒരു പീരീഡാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ഒരു 30s കഴിഞ്ഞിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെടുക്കുക. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ കുറച്ച് സ്ട്രെസ് ആകുമോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സങ്കടമോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സൈലൻ്റായിട്ട് മാറ്റി വയ്ക്കും. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാനാണെങ്കിൽ പോലും. അപ്പോൾ അത് പക്ഷേ എനിക്ക് ഒരുപാട് റിലാക്സ് ചെയ്യാനായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളത്. അത് ഞാൻ എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്, എനിക്ക് എന്തിനാണ് ഇങ്ങനെ നഷ്ടബോധം തോന്നുന്നത്, ഇങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിച്ചാൽ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളതൊന്നും മനസ്സിലാകും. അതിന് ശേഷമല്ലേ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒരു 35 years ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു 40ലേക്ക് അടുക്കാനായിട്ട് പോകുന്നു. അപ്പോൾ സെൽഫായിട്ട് നമുക്ക് തോന്നാൻ തുടങ്ങും നമുക്ക് നടുവിനൊരു വേദനയുണ്ടോ, കാലിൻ്റെ മുട്ടിനൊരു വേദനയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസുഖം വരാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു തോന്നലും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയൊക്കെ കാണിക്കും. അങ്ങനെ കാണുമ്പോൾ കൂടി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ള കോൺഫിഡൻസ് അവിടെ കുറഞ്ഞു പോകാവും, നമ്മൾ പ്രായമാകാൻ പോവുക. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കേരളത്തിലേ ഉള്ളൂ ഒരു 40 വയസ്സ് 50 വയസ്സ് 60 വയസ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ പ്രായമായി അല്ലെങ്കിൽ അവർ ഇന്ന ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാന്ന് പറയും. നമ്മുടെ ഇവിടെ യൂറോപ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 70 വയസ്സ് 69 വയസ്സുള്ള ആളൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് മരിച്ചു പോവുകയാണെങ്കിൽ ഇവർ പറയുന്നത് കേൾക്കണം, സോ സാഡ് ഹി വാസ് സോ യങ് എന്ന് പറയുന്നത് കേൾക്കാം. അതൊക്കെ നമ്മുടെ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതാണ്. 35 വയസ്സോ 40 വയസ്സോ അല്ലെങ്കിൽ 50 വയസ്സൊക്കെ ആകുമ്പോൾ പ്രായമായ ഒരു ആളാണ്, അപ്പോൾ അല്ലെങ്കിൽ ഇന്ന പ്രായത്തിലുള്ള ആൾ സാരിയും ബ്ലൗസും ഇട്ടുകൊണ്ട് നടക്കണം അല്ലെങ്കിൽ ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കണം, അവർക്ക് നാണമില്ലേ ജീൻസ് ഇട്ടുകൊണ്ട് നടക്കാൻ എന്നൊക്കെയുള്ള കാര്യം നമ്മളെ സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള കുറച്ച് തോട്ട്സ് ഒക്കെയാണ്. അപ്പോൾ അതിനെയൊക്കെ
നമ്മൾ ഓവർകം ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഫ്രീഡം, നമ്മുടെ ലൈഫ്, നമുക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത് അതിലേക്കൊരു കുറച്ചൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് മാറാനായിട്ട് തുടങ്ങണം. കാരണം വീണ്ടും നമ്മൾ 40s അതിൻ്റെ മേളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളേരൊക്കെ കുറച്ചും കൂടി വലുതാവുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ പതുക്കെ പതുക്കെ അവരുടെ ലൈഫ് തേടി പോകാനുള്ള രീതിയിലേക്കായിരിക്കും. അവരുടെ പഠിത്തമാകും, അവരുടെ കരിയർ നോക്കി അവർ പോകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രത്യേക ഫീലിങ്ങിലാവും. നമ്മൾ പിള്ളേരെ വളർത്തുന്ന സമയം, പിള്ളേരെ നോക്കണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ, പിള്ളേരെ നമ്മൾ വളർത്താനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുശേഷം അവരുറപ്പായിട്ടും അവരുടെ ജീവിതം നോക്കി പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒറ്റപ്പെടൽ തോന്നും. അപ്പോൾ പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അന്ന് അത് ചെയ്യായിരുന്നു, ഇത് ചെയ്യായിരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കേണ്ടി വരികയില്ലായിരുന്നു എന്നൊക്കെ അന്നേരം വിചാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിയും കൂടി കുറച്ച് സമയം കണ്ടെത്തുക. ഞാനിതൊരു 3-4 വർഷം മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ കുറച്ച് നേരം സ്വന്തമായിട്ട്, അധികമൊന്നും വേണ്ട, നിങ്ങൾ ഫാമിലിയിലെ എല്ലാവരെയും ഒഴിവാക്കി ഒരു മണിക്കൂർ നിങ്ങൾ സ്വന്തമായിട്ട് കാമായിട്ട് പീസ്ഫുള്ളായിട്ട് ഇരുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് ആലോചിച്ചാൽ നമ്മുടെ പകുതി ഫ്രസ്ട്രേഷനും പകുതി സങ്കടങ്ങൾക്കൊക്കെ നമുക്ക് ആൻസർ കിട്ടും. അതിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങളെ നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുക. അപ്പം കുറച്ചൊരു ഹാപ്പിനെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഈ തള്ളവൈബെന്ന് പറഞ്ഞ ഒരു സാധനം മറ്റുള്ളവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളൊരു ചെറിയ പ്രായം തൊട്ടേ സെൽഫായിട്ട് ഇങ്ങനെ നമ്മളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെളിയിൽ നിന്നുള്ള ആളുകളുടെ ഡയലോഗ്, ആ തടിച്ചല്ലോ, ഇന്നാൾ കണ്ടെങ്കിലും കറുത്തു പോയല്ലോ, ആ മുടി നരച്ചല്ലോ, മുടി പൊഴിഞ്ഞു പോയല്ലോ, കണ്ണിന് താഴെ എന്താണ് ചുളുക്കം വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളുടെ ഡയലോഗ്. അപ്പോൾ അത് ഒരു മജോറിറ്റി ഓഫ് ആൾക്കാർ നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല, ശീലമായിപ്പോയി. നമ്മൾ മലയാളികളുടെ ശീലമായിപ്പോയി. കാണുമ്പോൾ അയ്യോ ഭയങ്കരമായിട്ടങ്ങ് തടിച്ചില്ലോ, വണ്ണം കുറയ്ക്കണം കേട്ടോ, ഇതിപ്പോൾ ചുരിദാർ പൊട്ടിപ്പോകുമല്ലോ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഈ പറയുന്ന തള്ള വൈബിലേക്ക് ആയി പോകാനുള്ളതിൻ്റെ കാരണം ഇത് കുറച്ച് നമ്മുടെ കയ്യിലും കൂടി പണ്ടേ മുതലുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ നമ്മുടെ കയ്യിലിപ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തള്ള വൈബൊന്ന് മാറ്റി നോക്കിക്കേ, പിന്നെ പുറത്തുനിന്ന് ആര് വന്ന് പറഞ്ഞാലും ഒരു കാര്യങ്ങളും ഏശത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ്, ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.